വിട്ടുമാറാതെ നിൽക്കുന്ന ജലദോഷമോ തുമ്മലോ ഉള്ളവർ ഭക്ഷണത്തിൽ സ്ഥിരമായി ഏതെങ്കിലും തരത്തിൽ അല്പം പച്ചമഞ്ഞളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒരു മാസം കൊണ്ട് തന്നെ അലർജി പ്രശ്നങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുന്നതാണ്. മഞ്ഞൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും പണ്ട് മുതൽ നമ്മുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ കൂടുതലായി ഉൾപ്പെടുത്തിയിരുന്നത്. മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ മഞ്ഞൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും നമുക്കിന്ന് വിശദമായി അറിയാം. മഞ്ഞളിന് ഒരേ സമയം തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ഷനും ഉണ്ട്. മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ എന്നൊരു ഘടകമാണ് ഈ ഗുണങ്ങൾ നമുക്ക് നൽകുന്നത്. പനിയുടെ ഭാഗമായി തൊണ്ടയ്ക്കുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇറിറ്റേഷൻ എന്നിവ മാറുന്നതിന് നിങ്ങൾക്ക് അല്പം മഞ്ഞൾപ്പൊടി നാക്കിലിട്ടൊന്ന് അലിയിച്ച് കഴിക്കാവുന്നതാണ്. നെഞ്ചരിച്ചിൽ, അസിഡിറ്റി പോലെയുള്ള ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും മഞ്ഞളിന് കഴിവുണ്ട്. അതുപോലെ മഞ്ഞൾ സ്ഥിരമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടൽ സംബന്ധമായി ഉണ്ടാകുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങളെ കുറയ്ക്കുന്നതിനും കഴിയും. ഇതുകൂടാതെ കരളിൽ വന്നടിയുന്ന ടോക്സിൻസിനെ പുറന്തള്ളുന്നത് വഴി കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഈ മഞ്ഞളിന് കഴിവുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ പിത്തരസത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും അതുവഴി ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. ഇതുകൂടാതെ മഞ്ഞളിനൊരു ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉള്ളതിനാൽ ട്യൂമർ ഫോമിംഗ് ടെൻഡൻസിയെ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന മുഴകളുടെ ടെൻഡൻസിയെ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞ ശേഷം പുരുഷന്മാരിലുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് വളർച്ചയെ കുറയ്ക്കുന്നതിനും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന ഘടകത്തിന് കഴിയും. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും രക്തത്തിലെ തിക്നെസ് കൂടുകയും ഇത് ഹൃദ്രോഗം പോലെയുള്ള പ്രശ്നമുണ്ടാകുന്നതിൻ്റെ കാരണമുണ്ടാവുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയെ തടയുന്നതിനുള്ള കഴിവും മഞ്ഞളിനുണ്ട്. അതുപോലെ ശരീരത്തിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ എന്നീ അവസ്ഥകളിൽ ചികിത്സയ്ക്കൊപ്പം തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മഞ്ഞൾ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ചും ഇത്തരം അസുഖങ്ങളുള്ള സമയം നമ്മൾ നോർമലി കഴിക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മഞ്ഞളിന് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നാം, നമ്മൾ മലയാളികൾ ദിവസവും മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ, എന്നിട്ടും പലർക്കും ഇത്തരം രോഗങ്ങളൊന്നും വിട്ടുമാറുന്നില്ലല്ലോ, ഇതിന്റെ കാരണം എന്തായിരിക്കും എന്ന്. ഇതിന്റെ ഉത്തരം മഞ്ഞളിന്റെ ഗുണങ്ങളെല്ലാം പൂർണ്ണമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നത് തന്നെയാണ്. ഇതിന് കാരണം മഞ്ഞൾ നമ്മൾ കഴിക്കുന്ന രീതി തന്നെയാണ്. നമ്മളെല്ലാവരും മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒന്നിൽ കടയിൽ നിന്നും മഞ്ഞൾ പൊടിയായോ ഒക്കെ വാങ്ങി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ചിട്ടുമൊക്കെയാണ് ഭക്ഷണത്തിൽ ചേർക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ മഞ്ഞൾ ഉണക്കി പൊടിച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള അളവിൽ കുർക്കുമിൻ ശരീരത്തിലേക്ക് എത്താറില്ല എന്നതാണ് സത്യം. കുർക്കുമിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ ഉള്ളത് പച്ചമഞ്ഞളിലാണ്. ഇനി ഇത് നമ്മുടെ ശരീരത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ എങ്ങനെ കഴിക്കാം എന്നതിനെ പറ്റി പറയാം. ഇതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു കഷ്ണം പച്ചമഞ്ഞൾ ചതച്ച് അരച്ച് ഉരുട്ടി ദിവസവും കഴിക്കാം. ഇതിലൂടെ നല്ല അളവിൽ തന്നെ കുർക്കുമിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ഇനി നിങ്ങൾക്ക് മഞ്ഞൾ പൊടിച്ച് കഴിക്കുന്നതിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റായി ഉണക്കി പൊടിക്കുന്നതിന് പകരം അല്പം മഞ്ഞളെടുത്ത് പ്രഷർ കുക്കറിലിട്ട് നന്നായി പുഴുങ്ങിയ ശേഷം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി പൊടിച്ചെടുത്ത് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മഞ്ഞളിലെ കുർക്കുമിൻ കണ്ടന്റ് അധികം അളവിൽ നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതാണ്. മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങളും അത് നമ്മുടെ ശരീരത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.